ബിഗ് ബോസ് മലയാളം സീസൺ 6 ഇന്നലെ ജാസ്മിനോട് ഗബ്രി ചില കാര്യങ്ങൾ വളരെ സീരിയസ് ആയിട്ട് പറയുന്നുണ്ട്. ഈ കാര്യങ്ങളെല്ലാം ഇന്നലത്തെ എപ്പിസോഡിൽ കാണിച്ചതാണ്, നിങ്ങൾ പലരും കണ്ടു കാണും. ഇന്നലെ ഗബ്രി ജാസ്മിനോട് ആദ്യം തന്നെ പറയുന്ന ഒരു കാര്യം, നീ തലയിലേറ്റി വെച്ചുകൊണ്ട് നടന്നവർ പലരും നിന്നെ പുറത്ത് ചതിച്ചിട്ടുണ്ട് ജാസ്മിൻ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ജാസ്മിൻ പെട്ടെന്ന് ആരാണ് ഗബ്രി, എന്താണ് സംഭവം എന്നൊക്കെ ചോദിക്കുമ്പോൾ, എന്താണ് ബിഗ് ബോസ് ഹൗസിന് പുറത്തുള്ള കാര്യങ്ങൾ അറിയാനായിട്ട് ഇപ്പൊ സമയമായിട്ടില്ല, എന്തൊക്കെയാണെങ്കിലും ഇത് നിന്റെ മൈൻഡിൽ ഇരിക്കട്ടെ, പുറത്ത് നിന്നെ കാത്ത് ഒരു വലിയൊരു കാര്യം ഇരിപ്പുണ്ട്. അതുപോലെ തന്നെ നീ തലയിലേറ്റി വെച്ചവർ കുറെ പേര് നിന്നെ ചതിച്ചിട്ടുണ്ട്, അതെല്ലാം നിനക്ക് ബിഗ് ബോസ് ഹൗസിന് പുറത്തിറങ്ങുന്ന സമയത്ത് മനസ്സിലാകും എന്നുള്ള രീതിയിൽ ഗബ്രി പറയുന്നുണ്ട്. അപ്പോൾ ഗബ്രി അവിടെ എടുത്തു പറയുന്നില്ല ബിഗ് ബോസ് ഹൗസിൽ നിൽക്കുന്ന കണ്ടസ്റ്റൻസ് ആണോ, അല്ലെങ്കിൽ ഇതുവരെ പുറത്തായ കണ്ടസ്റ്റൻസ് ആണോ, അല്ലെങ്കിൽ ജാസ്മിനെ ബന്ധപ്പെട്ടുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ ഒരുപാട് കോൺട്രവേഴ്സീസ് ഇത്രയും നാളുകളായിട്ട് ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ ജാസ്മിനെ ബന്ധപ്പെട്ട് വരുന്ന മറ്റു ചില വ്യക്തികളാണോ എന്നുള്ള കാര്യം ഗബ്രി അവിടെ എടുത്തു പറയുന്നില്ല. എന്തൊക്കെയാണെങ്കിലും ഈ ഒരു കാര്യം ഗബ്രി ഉറപ്പിച്ച് ജാസ്മിനോട് വളരെ സീരിയസ് ആയിട്ടാണ് പറയുന്നത്. ഇതൊക്കെ കേട്ട് ജാസ്മിൻ ഇങ്ങനെ ഷോക്കായിട്ടിരിപ്പുണ്ട്. കാരണം പുറത്ത് നടക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് അറിയില്ല, താൻ ഇതുവരെ സപ്പോർട്ട് ചെയ്ത് ആരാണ് തന്നെ ചതിച്ചത്, പിന്നിൽ നിന്ന് കുത്തിയത്, ഒന്നും ജാസ്മിന് മനസ്സിലാവുന്നില്ല. ഗബ്രിയോട് ചോദിച്ചിട്ടാണെങ്കിൽ ഗബ്രി പുറത്ത് നടക്കുന്ന കാര്യങ്ങളെ പറ്റി സംസാരിക്കാനായിട്ട് ഇപ്പൊ സാധിക്കില്ല എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഗബ്രി വീണ്ടും പറഞ്ഞു വെക്കുകയാണ്, നീ തലയിലേറ്റിക്കൊണ്ട് വെച്ചതല്ലേ, അപ്പൊ അനുഭവിച്ചോ, പുറത്ത് ഇറങ്ങുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും എന്താണ് സംഭവം എന്നുള്ള കാര്യം. നീ തലയിലേറ്റി വെച്ച് നടന്ന ആൾക്കാർ നിന്നെ ചതിച്ചിട്ടുണ്ട് എന്നുള്ള രീതിയിൽ ഗബ്രി പറയുന്നു. വീണ്ടും വീണ്ടും പറയുന്ന സമയത്ത് ജാസ്മിൻ ഇത് ആലോചിച്ചെടുക്കാൻ പോലും പറ്റുന്നില്ല. ബി ഹൗസിൽ നിൽക്കുന്ന കണ്ടസ്റ്റൻസ് ആണോ, പുറത്തു പോയവരാണോ, അല്ലെങ്കിൽ ജാസ്മിനെ ബന്ധപ്പെട്ടുകൊണ്ട് പുറത്തുള്ള ആൾക്കാരാണോ, ഒന്നും ജാസ്മിന് മനസ്സിലാവാത്ത രീതിയിൽ ഇരിക്കുന്ന ജാസ്മിനെ ഇന്നലത്തെ എപ്പിസോഡിൽ എല്ലാവരും കണ്ടു കാണും. എന്തൊക്കെയാണെങ്കിലും ഒരു കാര്യം ഏകദേശം ഉറപ്പായി, സീസൺ 6 ഗ്രാൻഡ് ഫിനാലെ ജൂൺ 16 ഞായറാഴ്ചയാണെങ്കിലും അതിനുശേഷമായിരിക്കും എല്ലാവരും ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ ഇവരുടെ വായിൽ നിന്ന് കേൾക്കാൻ ആഗ്രഹിക്കുന്ന കുറെ ചോദ്യങ്ങൾ ഈ പറയുന്ന ജാസ്മിനും ഗബ്രിയും അതുപോലെ തന്നെ പലരും നേരിടേണ്ടതായിട്ട് വരും. അപ്പോൾ ഈ ഒരു ഗെയിം ഒരിക്കലും സീസൺ 6 ഗ്രാൻഡ് ഫിനാലയോടുകൂടി അവസാനിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പ്രശ്നങ്ങളും കോൺട്രവേഴ്സീസും എല്ലാം തുടങ്ങാനായിട്ട് പോകുന്നതേ ഉള്ളൂ. ഇവരെല്ലാവരും ബിഗ് ബോസ് ഹൗസിന്റെ ആ ഒരു ഫിനാലെ കഴിഞ്ഞ് പുറത്തിറങ്ങുന്ന സമയത്ത് ഒരുപാട് ചോദ്യങ്ങൾ ഇവർക്ക് നേരെ ഉയരുന്ന സമയത്ത് അതിനൊക്കെ ഉത്തരം കൊടുക്കാനായിട്ട് എല്ലാവർക്കും സാധിക്കട്ടെ, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ വളരെ മോശമായി ചിത്രീകരിക്കപ്പെടും. എന്തൊക്കെയാണെങ്കിലും നമുക്ക് നോക്കാം. ബിഗ് ബോസ് മലയാളം സീസൺ 6 പുതുപുത്തൻ വിശേഷങ്ങൾക്കായിട്ട് നമുക്ക് വീണ്ടും കാണാം. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ലൈക്ക് ചെയ്ത് കാണുന്നവർ ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കാം.